ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജംഷാദ്. ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഓണം എക്സാമിനൊക്കെ അല്ലെങ്കിൽ ഇനി വരാൻ നിൽക്കുന്ന എക്സാമിലൊക്കെ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് എന്നുള്ളത്. ഈ ഒരു ചാപ്റ്റർ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ മണിയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും അത് ക്വസ്റ്റ്യൻ വരിക, എങ്ങനെയാണ് അതിന്റെ ആൻസർ എന്നുള്ളത് പറയാൻ പോകുന്നതാണ്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, മറന്നിട്ടുള്ള ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാം. നേരെ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് എ മണിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറ്റും ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദ സ്റ്റോറി ലോങ് വാക്ക് വിത്ത് ഗ്രാനി. ഈ ഒരു ചാപ്റ്റർ നമ്മൾ വായിച്ചല്ലോ. ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു കഥ വായിച്ചതിന് ശേഷം ഇതിന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? സപ്പോസ് ഒരു ആൻസർ നമുക്ക് നോക്കാം. എക്സാമിന് വന്നാൽ നമുക്ക് പൊളിച്ചടക്കി എഴുതാൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഹെഡിങ് എഴുതാം. മണി ഈസ് an 11-year-old boy who kind caring. അവന്റെ സ്വഭാവം എഴുതാൻ പറ്റും. അവൻ ആരാണ്, എന്താണ്, എങ്ങനെയാണെന്ന് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ഹെഡിങ് എഴുതാം. അവന് 11 വയസ്സാണ്. അവന് ഭയങ്കര ദയാലുവാണ്, ഭയങ്കര കെയറിംഗ് ആണ്, റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തമുള്ള ചെക്കനാണ് അല്ലെ. ദോ യങ് ഹി ഷോസ് ഗ്രേറ്റ് മെച്യൂരിറ്റി. അവന് ഭയങ്കര ചെറിയ ചെക്കനാണ്, ചെറിയ മോനാണ്, എന്നാലും ഭയങ്കര മെച്യൂർഡ് ആണ് അല്ലെ. ആൻഡ് ലവ് ഫോർ ഹിസ് ഗ്രാൻഡ് മദർ. അവന്റെ മുത്തശ്ശി അവന് ഭയങ്കര ഇഷ്ടമല്ലേ, മുത്തശ്ശി ഇങ്ങോട്ടും ഇഷ്ടമുണ്ട്. ആൻഡ് ഹു റൈസ്ഡ് ഹിം ആഫ്റ്റർ ഹിസ് മദർ പാസ്ഡ് അവേ. അമ്മ മരിച്ചതിന് ശേഷം അവനെ വളർത്തിയതാരാ? മുത്തശ്ശി. അങ്ങനെ നിങ്ങൾക്ക് അവനെ പറ്റിയിട്ട് പറയാൻ പറ്റുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. which you already got from the story A Long Walk with Granny. Yes, Mani is also supportive and helpful ആണ്. He volunteers to take Granny to മസൂറിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവന് സ്വന്തം ഏറ്റെടുത്ത് ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. And carries the bedding during the journey. യാത്രയിൽ ബെഡിങ് ഒക്കെ കണ്ടോ, അവൻ കാര്യങ്ങളൊക്കെ അവനാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ലഗേജ് ഗ്രാനി പിടിച്ചെങ്കിലും ബെഡിങ് ഒക്കെ അവനാണ് പിടിച്ചത്. ഓക്കെ. ഈസ് ഒബ്സർവന്റ് ആൻഡ് തോട്ട്ഫുൾ. എല്ലാം നിരീക്ഷിക്കും, ഭയങ്കര ചിന്തയുള്ള ആളാണ്. അതുപോലെ തന്നെ ഓഫൻ ചെക്കിംഗ് ഇഫ് ഗ്രാനി ഈസ് ടയർഡ് ഓർ നീഡ്സ് റെസ്റ്റ്. മുത്തശ്ശി ക്ഷീണമൊന്നുമില്ലല്ലേ, ക്ഷീണമുണ്ടോ അവന് ചോദിച്ചാൽ അവന് റെസ്റ്റ് വേണോ, ക്ഷീണം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. മണി എൻജോയ്സ് നേച്ചർ ആൻഡ് ലിറ്റിൽ അഡ്വഞ്ചർ. അവന് ഭയങ്കര പ്രകൃതി ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര അഡ്വഞ്ചർ. ലൈക്ക് പിക്കിംഗ് ബ്ലാക്ക് ബെറീസ്, പോകുന്ന വഴിക്ക് ബ്ലാക്ക് ബെറീസ് ഒക്കെ പറിച്ചെടുക്കും. ആൻഡ് ഹി റെസ്പെക്ട് ഹിസ് എൽഡേഴ്സ് ആൻഡ് ലിസൺ ടു ഹിസ് ഫാദർ ബട്ട് ഓൾസോ ഷോസ് ഇൻഡിപെൻഡൻസ് when needed. അതായത് അവന് മുതിർന്നവരെ എന്താക്കും, അവനെ മുതിർന്ന ആൾക്കാരെയൊക്കെ പറയുന്നത് കേൾക്കും. അച്ഛൻ പറഞ്ഞാൽ കേൾക്കും, അമ്മ പറഞ്ഞാൽ കേൾക്കും. അത് മാത്രമല്ല അവന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കേണ്ട, അവന് സ്വാതന്ത്ര്യപരമായിട്ട് തീരുമാനം എടുക്കേണ്ട ചില സിറ്റുവേഷൻ ഉണ്ട്, അത് അവൻ ചെയ്യാറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ മണി ഹാസ് എ സ്ട്രോങ് ഇമോഷണൽ ബോണ്ട് വിത്ത് ഗ്രാനിയുമായിട്ട് ഭയങ്കര കണക്ഷൻ ആണ്, ഇമോഷണൽ ബോണ്ടാണ്. ആൻഡ് ഹി അഡ്മയർസ് ഹെർ കറേജ് ആൻഡ് എൻജോയ് ഹെർ കമ്പനി. അത് മാത്രമല്ല ആ ഗ്രാനിയുടെ കൂടെയുള്ള കമ്പനി അവന് ഭയങ്കര ഇഷ്ടമാണ്, ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ പോകുന്നുണ്ട്. അത് മാത്രമല്ല അതുപോലെ തന്നെ അവന് നല്ല ധൈര്യം, അവരുടെ ഗ്രാനിന്റെ ധൈര്യത്തെ അവന് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാനി ഭയങ്കര കിടിലൻ തന്നെ. ഹിസ് ആക്ഷൻസ് ത്രൂ ഔട്ട് ദ സ്റ്റോറി ഷോസ് ദാറ്റ് ഹീസ് എ ലവിങ് ഗ്രാൻഡ്സൺ. നല്ല പ്രിയപ്പെട്ട അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞിട്ടുള്ള ഒരു ഗ്രാൻഡ്സൺ ആണ്, കൊച്ചുമോനാണ്. വിത്ത് എ വാം ആൻഡ് സിൻസിയർ ഹാർട്ട്. ഭയങ്കര എന്താ പറയുക, നിഷ്കളങ്കനാണ് അല്ലെ, നല്ലൊരു മോനാണ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഇതുപോലെ ഗ്രാനിയുടെ ചോദിച്ചാൽ എങ്ങനെ എഴുതുന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഇതുപോലത്തെ ഗ്രാനിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുക. നമ്മുടെ യോദ്ധാ ബാച്ചിൽ ഇനിയും അഡ്മിഷൻ എടുത്തിട്ടുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന സ്ക്രോളിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അത് ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ യോദ്ധാ ബാച്ചിൽ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള NMSന് വേണ്ടിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഇതിൽ കൂടി സെറ്റ് ആക്കുന്നതായിരിക്കും. ആക്ച്വലി കാരണം NMSന്റെ സിലബസും നമ്മുടെ 8ാം ക്ലാസ്സിന്റെ സിലബസും സെയിം ആണ്. സെറ്റ് ആക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ, റെഡി ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് വിലയേറിയ അഭിപ്രായം ഈ ക്ലാസ് കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് 8ാം ക്ലാസ്സിൽ നിങ്ങളുടെ മുത്തുമണികളായിട്ടുള്ള ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ലെറ്റ്സ് ലേൺ മോർ വിത്ത് JD. താങ്ക് യു. ബൈ.